ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ MS ലൈഫ് ടിപ്സ്. ഇന്ന് നമ്മളുടെ ചർച്ച ധ്യാനത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് ധ്യാന സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കൂടുതലും ധ്യാനത്തെക്കുറിച്ചും മെഡിറ്റേഷൻസിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ചാനലിൽ എപ്പോഴും നമ്മൾ വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ന്യൂസ്, നമ്മളുടെ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുകയാണ്. അദ്ദേഹം ശ്രീ വിവേകാനന്ദൻ ഇരുന്ന ആ ഒരു പാറപ്പുറത്ത് ആ ഒരു ക്ഷേത്രമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതേ സ്ഥാനത്തിരുന്ന് ധ്യാനം ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. 45 മണിക്കൂറോളാണ് അദ്ദേഹം ധ്യാനം ചെയ്യുന്നത്. പ്രശസ്തരായ പലരും ധ്യാനം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുറേ വർക്കുകൾ ചെയ്യുമ്പോൾ ഡെയിലി നമ്മളൊരു അരമണിക്കൂർ ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മോദിജിയെ ധ്യാനം ചെയ്യുന്നത് പോലെ തന്നെ പലരും ധ്യാനം ചെയ്യാറുണ്ട്. പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത്തരം ന്യൂസുകൾ കൂടുതൽ ആളുകളിലേക്കും എത്തിയത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എന്താ പറയുക, സ്റ്റീവ് ജോബ്സ്, അതുപോലെ ബിൽ ഗേറ്റ്സ് തുടങ്ങിയവരൊക്കെ ധ്യാനം ചെയ്യാറുണ്ട്. സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ചുറ്റുപാടിൽ, അതായത് ഈ ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ ഒരു ധ്യാനം മനസ്സിന് നൽകുന്ന ഒരു എക്സസൈസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ധ്യാനം ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. ജോലി സ്ഥലത്താകാം, വീട്ടിലാകാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് മറക്കാൻ ഈ ധ്യാനം കൊണ്ട് സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ, കുറേ പ്രോബ്ലംസ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് നമുക്ക് വലിയൊരു അഗ്രസീവ്നെസ് ഇല്ലാതെ ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ധ്യാനം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ധ്യാനത്തിൽ ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹം 700ഓളം റാലികളിൽ 73 വയസ്സിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏകദേശം 71ഓളം ഇൻ്റർവ്യൂയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ധ്യാനത്തിലിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദിവസവും അരമണിക്കൂറെങ്കിലും ധ്യാനം ചെയ്യുക. അത് വളരെയധികം സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. പൂർണ്ണമായിട്ടും ഒരു അസുഖം ഇല്ലാതാക്കാൻ ഒരിക്കലും ധ്യാനം കൊണ്ട് കഴിയില്ല. പക്ഷെ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം, ഒരു അരമണിക്കൂർ കണ്ണുകളടച്ച് സ്വസ്ഥമായി ചിന്മുദ്രയിലിരുന്ന് എന്തുമാകാം. ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് വിശ്വാസികളുമായിക്കോട്ടെ, ഏത് റിലീജിയനിൽ പെട്ടവരായിക്കോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കാം. നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള ശബ്ദത്തിൽ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷനാണ് ധ്യാനം. ഇപ്പം ധ്യാനമൊക്കെ ഒരു 45 മണിക്കൂർ ഇരുന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരെയും കൊണ്ടും കഴിയുന്ന കാര്യവുമല്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനൊക്കെ രാത്രി അരമണിക്കൂർ ഉറങ്ങുന്നതിന് മുന്നേ ധ്യാനം ചെയ്യാറുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മെൻ്റലി ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മറ്റുള്ള മെഡിസിൻസിൻ്റെ കൂടെ, ചിലപ്പോൾ നമുക്ക് മെഡിസിൻസ് കഴിക്കേണ്ടി വരും, അതിൻ്റെ കൂടെ ഈ ധ്യാനവും വളരെയധികം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ധ്യാനം ചെയ്യുക. ധ്യാനം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.